ആ മാഷേ. ഓക്കെ. അപ്പം വില്ലിങ്നെസ് എന്ന് പറയുമ്പോൾ സന്നദ്ധത എന്ന് പറയുമ്പോൾ അത് മൂന്നാം പടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്നദ്ധതയെ കുറിച്ച് പറയുമ്പോഴേ ഒരു മദ്യാസക്തൻ എന്ന നിലയിൽ ഈ കുടിക്കാൻ കാണിച്ച സന്നദ്ധതയുണ്ട്. അതേ സന്നദ്ധത തന്നെ കുടി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടി നിർത്താനും കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത്, പിന്നെ കുടിക്കാത്ത ആളുകൾ ഒരു പക്ഷെ പറയുന്നത് അവൻ കുടിച്ച് രസിച്ച് അവന് കുടിച്ച് വളരെ സന്തോഷിച്ച് നടക്കുവാണ്, അവനെ അങ്ങനെ അർമാദിച്ച് നടക്കുവാന്നൊക്കെയാണ്. പക്ഷെ കുടിക്കുന്നതിന്റെ കഷ്ടപ്പാട് കുടിയനെ അറിയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇത് കുടിച്ചിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് ഭയങ്കര വിലയാണ്. പിന്നെ ഇത് കുടിക്കുക എന്ന് പറഞ്ഞൊരു നാണം കെട്ട ഏർപ്പാടാണ്. അത് മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കുടിക്കുന്നതിനകത്ത് വലിയൊരു ത്യാഗം, അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി വലിയൊരു എഫർട്ട് ഒരു മദ്യാസക്തൻ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സഹസ്ഥാപകനായ ബോബു പറഞ്ഞതുപോലെ ഈ കുടിക്കാൻ കാണിച്ച ആവേശത്തിന്റെ ഒരു പകുതി കാണിച്ചാൽ മതി കുടിക്കാതിരിക്കാൻ. അപ്പൊ അത് കുടിച്ചപ്പോഴ് ഞാൻ കുടിക്കാനുള്ള ഒരാവേശം കാണിച്ചു. അതിനുവേണ്ടി എൻ്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കഴിവുകളും എല്ലാ പ്രയത്നങ്ങളും ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചു. അത് എനിക്കത് ഒന്നും നേടിത്തന്നില്ല. ഒത്തിരി ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് അത് നേടിത്തന്നു. യഥാർത്ഥത്തിൽ അത് കുടിക്കുന്നത് കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായില്ല. എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ അങ്ങ് കരുതാനേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷെ യാദൃച്ഛികമായിട്ട് ആൽക്കഹോൾസ് അനോണിമസിൽ വന്നപ്പോഴ് ഞാന് അതുവരെ അന്ന് വരെ ഉള്ള കാഴ്ചപ്പാടുകള് അല്ലെങ്കിൽ ചിന്താഗതികള് ഞാൻ മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് അത് മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നി. അപ്പം ഒരു മദ്യാസക്തൻ എന്ന് പറയുമ്പോൾ അയാൾക്കും ജീവിതത്തോടൊരു കാഴ്ചപ്പാടുണ്ട്, ലോകത്തെ അത് അദ്ദേഹം നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയായ രീതിയിലായിരുന്നില്ല, അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടു പോയത്. യഥാർത്ഥത്തിലുള്ള കുഴപ്പം മദ്യത്തിനല്ല. അപ്പൊ ഹിന്ദിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മദ്യത്തിന് ലഹരി ഉണ്ടായിരുന്നെങ്കിൽ നൃത്തം വെക്കേണ്ടത് കുപ്പിയാണല്ലോ എന്ന്. സത്യത്തിൽ അത് കുടിക്കുന്ന ആൾക്കാണ് കുഴപ്പം വരുന്നത്. മദ്യം ഒരു തകരാറുള്ള സാധനമല്ല, അത് കുടിക്കുന്നയാളുടെ കുഴപ്പമാണ് ദുരന്തങ്ങളിലേക്ക് അത് ചെന്ന് പതിക്കുന്നത്. അപ്പം ഈ സന്നദ്ധതയെ ഒരു താക്കോലായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് ആൽക്കഹോൾസ് അനോണിമസിന്റെ മൂന്നാമത്തെ പടിയില്. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ആത്മീയ ആശയങ്ങൾക്കുമെതിരെ വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനാകുമെന്നാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത്. അപ്പൊ അന്ന് വരെ ഞാൻ ചെയ്തത് അതാണ്. എൻ്റെ കുടിയെ ഞാൻ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു പലതരത്തിൽ. എന്തെല്ലാം എനിക്ക് സംഭവിച്ചാലും, എന്തെല്ലാം ദുരിതങ്ങൾ എനിക്ക് വന്നു ചേർന്നാലും അത് കുടിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ മാത്രമല്ല കുടിക്കുന്നത്, കോടിക്കണക്കിന് ആളുകൾ കുടിക്കുന്നുണ്ട്. അതിനെ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നാട് നീളെ ചാരായക്കടകളുണ്ട്. അപ്പൊ അത് കുടിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ കുടിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. വേറെ എന്തോ ആണ് എൻ്റെ കുഴപ്പത്തിന്റെ കാരണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ എയിൽ വന്നപ്പോൾ അന്ന് വരെ ഞാൻ ചിന്തിച്ച ആ രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ ഞാൻ തയ്യാറാകേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ആ കൂട്ടായ്മയിൽ തുടരാനും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് സാധിച്ചത്. പഴയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും പഴയ രീതിയിലുള്ള വിശ്വാസങ്ങളും പഴയ രീതിയിലുള്ള ചിന്തകളുമായി ഞാൻ വെച്ച് പുലർത്തിയിരുന്നു എങ്കിൽ എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ മദ്യപാനത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുമായിരുന്നു. അത് സംഭവിക്കാതിരുന്നത് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുവാൻ ഞാൻ സന്നദ്ധനായി. കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണുവാൻ ഞാൻ തയ്യാറായി. ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഒരു കാര്യത്തെ അപഗ്രഥിക്കുന്നതിന് പകരം
എനിക്ക് മുൻപേ നടന്നു പോയവരുടെ അനുഭവങ്ങൾ പാഠമാക്കാൻ ഞാൻ തയ്യാറായി. അതനുസരിച്ച് ഞാൻ ജീവിക്കുവാൻ തയ്യാറായി. പലരെയും ഞാൻ അനുസരിക്കുവാൻ തയ്യാറായി. പലരും മറ്റുള്ളവർ പറയുന്നതും ശരിയാണ് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അതുവരെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ഞാൻ വന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം അറിയുന്നവനല്ല ഞാൻ. മറ്റുള്ളവർ പറയുന്നതും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതും ശരിയായിരിക്കാം. ആ ഒരു തോന്നലിൽ നിന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനും അനുസരിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പം യഥാർത്ഥത്തില് പിന്നെ ഒരു പുതിയ രീതിയിൽ ചിന്തിക്കുവാനും ജീവിതത്തെയും ലോകത്തെയും എല്ലാത്തിനെയും കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും ജോലി സ്ഥലത്തും ഒക്കെ ഒരു പുതിയ കാഴ്ചപ്പാട് വളർത്തി എടുക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടമാണ് നടപ്പിലാകുക എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചപ്പോൾ ജീവിതം വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ ദിവസത്തിൽ ഒരിക്കൽ എന്ന തോതില് വളരെ ലളിതമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുവാനും ഓരോ ദിവസവും കടന്നു പോകുവാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ കുടിയുടെ അവസാന നാളുകളില് സമയം പോലും ഒരു കീറാമുട്ടിയായി എൻ്റെ മുമ്പിൽ നിന്നു. കാരണം നേരം വെളുക്കാൻ വൈകുന്നു, നേരം വെളുക്കുന്നില്ല പലപ്പോഴും. അതുപോലെ നേരം വെളുത്താൽ തന്നെ നേരം വൈകാൻ താമസിക്കുന്നു. ഓരോ ദിവസവും കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നൊക്കെയാണ് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത്. ഇപ്പോഴത് അങ്ങനെയല്ല. ഓരോ ദിവസവും വളരെ വളരെ അനായാസം കടന്നു പോകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഞാനൊരു മതവിശ്വാസി അല്ല എങ്കിൽ പോലും ബൈബിളിൽ ഒരു വാചകമുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതായത് ഈ സമാധാനം എല്ലാവർക്കും ലഭിക്കും, എല്ലാവർക്കും അത് കിട്ടും. പക്ഷെ സന്മനസ്സുണ്ടായിരിക്കണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരവസ്ഥയിലും സമാധാനിക്കാനോ സന്തോഷിക്കാനോ അയാൾക്ക് സാധിക്കില്ല. സന്തോഷമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ കഴിവുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നാണ് ആരോ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പൊ ആ രീതിയിൽ സന്മനസ്സുള്ള അല്ലെങ്കിൽ സന്നദ്ധതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വഴികൾ തുറന്നു കിട്ടും. അയാളുടെ മുമ്പിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ജീവിതം തുറന്നു കിട്ടും. അതിലൂടെ അയാൾക്ക് അനായാസേന മുമ്പോട്ട് പോകുവാൻ സാധിക്കും. അതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. എന്താണെങ്കിലും എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ